80 കുഞ്ഞുങ്ങളെ ദത്തെടുത്ത ഒരച്ഛൻ. പക്ഷേ അവരിൽ ഒരാൾ പോലും ജീവിച്ചിരിപ്പില്ല. മുഹമ്മദ് ബസീഖ്. കഴിഞ്ഞ 25 വർഷത്തിലേറെയായി മുഹമ്മദ് ദത്തെടുക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം മരിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ മരിക്കുമെന്ന് ഉറപ്പുള്ളവരെ മാത്രമാണ് അദ്ദേഹം ദത്തെടുക്കുന്നത്. അപൂർവ രോഗങ്ങൾ ബാധിച്ച് മരണം കാത്തിരിക്കുന്ന, ആശുപത്രികളിൽ ഉപേക്ഷിക്കപ്പെടുന്ന, ഉറ്റവരാരും അടുത്തില്ലാത്ത കുഞ്ഞുങ്ങളെ തേടി അയാളെത്തും. അവരുടെ ഫോസ്റ്റർ ഫാദർ ആകും. ദത്തെടുക്കുന്ന കുഞ്ഞുങ്ങളെ തന്റേതെന്ന് കരുതി ഹൃദയം കൊണ്ട് കെട്ടിപ്പിടിക്കും. ചിലർക്ക് കാഴ്ചയുണ്ടാകില്ല, ചിലർക്ക് ചലിക്കാനാകില്ല. എങ്കിലും മുഹമ്മദ് അവരോട് സംസാരിക്കും, ഇറുക്കി പിടിക്കും, തോളിൽ കിടത്തി ഉറക്കും. നിനക്കൊപ്പം ഈ യാത്രയിൽ ഞാനുമുണ്ടെന്ന് അവരുടെ കാതിൽ പറയും. ഈ ലോകത്ത് ഒരു കുഞ്ഞും സ്നേഹം കിട്ടാതെ മരിക്കരുത്, അത് മാത്രമാണ് അയാളുടെ ആവശ്യം. 1989 ഭാര്യ ഡോണുമായി ചേർന്നാണ് മുഹമ്മദ് ആദ്യത്തെ കുഞ്ഞിനെ ദത്തെടുക്കുന്നത്. നട്ടെല്ലിന് ഗുരുതര രോഗം ബാധിച്ച ഒരു കുഞ്ഞിപ്പെണ്ണ്. 1991 ജൂലൈ 4 അവൾ അവരെ വിട്ടുപോയി. അന്നവർ തീരുമാനിച്ചതാണ് ഇനിയുള്ള ജീവിതം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമാകുമെന്ന്. വികലാംഗനായ സ്വന്തം മകനും ആ തീരുമാനത്തിന് അവർക്കൊരു പ്രചോദനമായിരുന്നു. ലോസ് ആഞ്ചലസ് കൗണ്ടിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ചിൽഡ്രൻ ആൻഡ് ഫാമിലി സർവീസസുമായി സഹകരിച്ചായിരുന്നു ഇരുവരുടെയും പ്രവർത്തനം. 2014 ഭാര്യയുടെ മരണത്തോടെ ആരോരുമില്ലാത്തവരുടെ വേദന അയാളെ കൂടുതൽ വേട്ടയാടാൻ തുടങ്ങി. ഒറ്റയ്ക്കാകുമ്പോൾ നമുക്ക് ഇത്രയും ആശങ്കയുണ്ടെങ്കിൽ രോഗികളായ കുഞ്ഞുങ്ങൾ അമ്മയെ കാണാതെ, അച്ഛനെ കാണാതെ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും. ആ ഹൃദയവേദനയോടെയാണ് വാർദ്ധക്യത്തിലും അയാൾ ആശുപത്രികളിൽ കുഞ്ഞുങ്ങളെ തേടി നടക്കുന്നത്. ഇറ്റ്സ് ഓക്കെ, ഐ ആം ഹിയർ ഫോർ യു എന്ന് അവരുടെ കാതിൽ പറയുന്നത്. മുഹമ്മദ്, നിങ്ങളൊരു വലിയ വെളിച്ചമാണ്. 80 മക്കളുള്ള ഒരു വലിയ വെളിച്ചം.